പാലാ ഇത്തവണ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം ജോസ് കെ മാണി അവിടെ വിജയിക്കുകയോ ഇല്ലയോ എന്ന ഒരു ആകാംക്ഷ, അത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ പൊതുവെ അത്തരമൊരു ആകാംക്ഷയുണ്ട്. കാരണം അത് പല കാരണങ്ങളുണ്ട്. അത് കെ എം മാണി സാറിൻ്റെ തട്ടകമാണ്. കഴിഞ്ഞ തവണ അവിടെ ഒരു തവണ അവിടെ ജോസ് കെ മാണി പരാജയപ്പെട്ടു. വീണ്ടും മത്സരിക്കുമ്പോൾ ഇത്തവണ അത് കഴിഞ്ഞ തവണ ജോസ് കെ മാണി അവിടെ വിജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയാകേണ്ടതായിരുന്നു. പകരം അവിടെ മന്ത്രി ആയത് റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ ഇത്തവണ റോഷി അഗസ്റ്റിനാണ് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അവിടെ ഉണ്ടായ ഒരു ചർച്ചകൾ, അതായത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം UDFിലേക്ക് പോവുകയാണ് എന്ന നിലയിലുണ്ടായ ഒരു ചർച്ച. ആ ചർച്ച പിന്നെ അതിന് വിരാമമുണ്ടായത് അത് LDFിലേക്ക് LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ റോഷി അഗസ്റ്റിൻ്റെ ശക്തമായ നിലപാട് കൊണ്ടാണ് എന്ന നിലയിൽ വാർത്തകൾ വന്നു. അതിനുശേഷമാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു രാഷ്ട്രീയമായി നാടകീയമായ പല സംഭവവാസങ്ങൾക്ക് ശേഷമാണ് ജോസ് കെ മാണി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉറയ്ക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം കടുത്തുരുത്തി മത്സരിക്കും, അല്ലെങ്കിൽ മറ്റു മണ്ഡലം നോക്കുന്നു എന്നൊക്കെ നിലയിൽ പല ചർച്ചകളും ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം അവസാനം LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു, പാലായിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഇനിയിപ്പോൾ അത് അവിടെ വിജയിക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നമാണ്. പാലായെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കെ എം മാണിയുടെ തട്ടകമായിരുന്നു. 1965 പാലാ നിയോജകമണ്ഡലം ഉണ്ടായ ശേഷം ആ പാലായിൽ അദ്ദേഹം മരിക്കുന്ന 2019 വരെ 12 തവണയും മാണി സാർ മാത്രമേ അവിടെ വിജയിച്ചിട്ടുള്ളൂ. അത് അത്രമേൽ ആഴത്തിലുള്ള ഒരു ഹൃദയബന്ധം പാലാ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരുമായി മാണി സാറിനുണ്ടായിരുന്നു. മാണി സാറിനെതിരെ ഏറ്റവും ഒടുക്കം 3 തവണ 2006 മുതലാണെന്ന് തോന്നുന്നു 3 തവണ അടുപ്പിച്ച് മത്സരിച്ച ആളാണ് മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ അദ്ദേഹത്തിൻ്റെ പിതാവും അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു ചെറിയാൻ കാപ്പൻ. ആ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് മാണി സി കാപ്പൻ. പക്ഷേ മാണി സി കാപ്പൻ്റെ മാണി സാറുമായിട്ടുമുള്ള മത്സരത്തിൽ 3 മത്സരത്തിലും മാണി സി കാപ്പൻ പരാജയപ്പെട്ടു. അതിനുശേഷം 2019 മാണി സാർ മരിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം ആ തിരഞ്ഞെടുപ്പിന് വന്നു. കാരണം മാണി സാറിനെ പോലെ അത്രയധികം പാലായി ബന്ധമുള്ള ഒരാൾ മത്സരിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിൽക്കുന്ന ആൾ ജോസ് ടോം എന്ന ആളാണ് അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. ആ ജോസ് ടോം എന്ന ആൾ മത്സരിക്കുമ്പോൾ അത് മാണി സാറിനെ മരണത്തിന് ശേഷം ആ ഒരു സഹതാപ തരംഗം ജോസ് ടോമിന് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് മാണി സി കാപ്പൻ അന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം 3000-നടുത്ത് വോട്ടിന് അദ്ദേഹം ആ 2019 ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് ടോമിനെ പരാജയപ്പെടുത്തുകയാണ്. പിന്നീടാണ് പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും മറുഭാഗത്ത് ജോസ് കെ മാണി LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും വന്നു. ആ തെരഞ്ഞെടുപ്പിൽ അത്യധികം വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. അത് സത്യത്തിൽ പലരെയും ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പായി. കാരണം കേരളം മുഴുവൻ
പൊതുവേ 99 സീറ്റുമായിട്ട് LDFന് വളരെ അനുകൂല ട്രെൻഡ് ഉണ്ടായിട്ട് പോലും 17,000 വോട്ടിൻ്റെ തെരഞ്ഞെടുപ്പിന് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പൻ ജയിക്കുന്നു. KM മാണിയുടെ തട്ടകത്തിൽ KM മാണിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ ഇത്ര വലിയ മാർജിന് പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതോടുകൂടിയാണ് പാലാ നിയോജകമണ്ഡലത്തിൽ ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ ഉണ്ട് എന്ന നിലയിൽ ഒരു ധാരണ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പഴയ ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്ന് ഇത്തവണ മത്സരത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും അതിന് കൂടുതൽ പ്രാധാന്യമേറുന്നത്. ഇത്തവണ സംഭവിച്ച ഒരു കാര്യം, അവിടെ നേരത്തെ മുതൽ തന്നെ അവിടെ ഷോൺ ജോർജിനെ NDA കാൻഡിഡേറ്റ് ആകും എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പാലായിൽ മത്സരിക്കണമെന്ന താല്പര്യത്തിൽ തന്നെ NDAയിൽ ചേർന്ന ശേഷം പാലാ കേന്ദ്രീകരിച്ച് ഷോൺ ജോർജ് പ്രവർത്തിക്കുകയായിരുന്നു. അതുകൂടാതെ സ്ഥാനാർത്ഥിത്വം വലിയ തർക്കമൊന്നും കൂടാതെ വേറൊരാളുടെ പേരും അവിടെ പറയപ്പെട്ടില്ല. അങ്ങനെ ഷോൺ ജോർജിന് പാലായി സ്ഥാനാർത്ഥിത്വം ലഭിച്ച് NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജും കൂടി വരുമ്പോൾ സത്യത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പാലായിൽ ശക്തമായി പ്രകടമാക്കപ്പെട്ടു. എവിടെ നോക്കിയാലും പ്രചരണ സാമഗ്രികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പ്രോഗ്രാമുകളുടെ പ്രചരണ പരിപാടികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പാലായിൽ രൂപപ്പെട്ടത് വലിയ വാശിയേറി മത്സരം പാലായി നടക്കുന്നു എന്ന് ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കി. അപ്പോഴാണ് ഏറ്റവും ഒടുവിലെ ഈ FCRA നിയമം ഭേദഗതി വളരെ വലിയ വിവാദമായി വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുടെ ഏറ്റവും സ്വാധീനമുള്ള നിയോജകമണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പാലാ. ആ പാലായിലെ പാലാ രൂപതയടക്കം ഈ കാര്യത്തിൽ അതിശക്തമായ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, അവർ സഭയുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഈ നിയമ ഭേദഗതിയിൽ പറയുന്ന ഇത് നടപ്പായാൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ ഒരു NGO ഈ അവർക്ക് ലഭിക്കുന്ന ഫണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പാലാ രൂപതയുടെയൊക്കെ കീഴിലുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കുണ്ട്, ചങ്ങനാശ്ശേരി രൂപതയ്ക്കുണ്ട്. അപ്പോൾ ഇവർ ഈ സ്ഥാപനങ്ങളിൽ അവിടുത്തെ ഫണ്ട് വിനിയോഗത്തിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ, അപാകത, ആരെങ്കിലും ഒരു ജീവനക്കാരാണെങ്കിൽ ഇവർ അപാകത കാണിച്ച് അങ്ങനെയൊക്കെ വന്നാൽ നിയമ ഭേദഗതി പ്രകാരം ഈ ആ മൊത്തം സ്ഥാപനം തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ ഇപ്പോഴത്തെ നിയമ ഭേദഗതി പ്രകാരം എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ് സഭയുടെ ആൾക്കാരുകളെല്ലാം ഈ നിയമത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും രംഗത്ത് വന്നത്. അപ്പോഴാണ് മറ്റാരും പ്രകടിപ്പിക്കാത്ത നിലയിലുള്ള ഒരു പ്രതികരണമാണ് ഈ BJP നേതാവായ തൊട്ടടുത്ത് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയായ ഈ ഷോൺ ജോർജിൻ്റെ പിതാവായ PC ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ച മതമേലധ്യക്ഷന്മാർക്കടക്കം എതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ, വളരെ മോശമായ ഭാഷയിൽ പ്രതികരിച്ചത് തീർച്ചയായിട്ടും അത് ഒരു വലിയ പരിധിവരെ ഷോൺ ജോർജിന് ഏതെങ്കിലും നിലയിൽ ആ ഒരു വ്യക്തിപരമായ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു BJP ക്രൈസ്തവർക്കിടയിൽ. അപ്പോൾ ആ നിലയിൽ കിട്ടാവുന്ന BJPയുടെ അനുഭാവമുള്ള ക്രൈസ്തവരിൽ പോലും ഒരു വിശ്വാസികളിൽ പോലും ഒരു പ്രതിഷേധമുണ്ടാക്കുന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഷോൺ ജോർജിൻ്റെ ഏതെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം തർക്കമൊന്നുമില്ല. പിന്നെ UDFന് ഇപ്പം തദ്ദേശ ഇലക്ഷൻ നോക്കിയാലും ഇക്കഴിഞ്ഞ 2025
തദ്ദേശ ഇലക്ഷൻ നോക്കിയാലും 24 ലോക്സഭാ ഇലക്ഷൻ നോക്കിയാലും അവിടെയെല്ലാം UDF-ന് അവിടെ മുൻതൂക്കം വന്നിട്ടുള്ളത്. ഏതാണ്ട് 12 പഞ്ചായത്തുണ്ട്. അത് പാലാ നഗരസഭയിലും 7 ഗ്രാമപഞ്ചായത്തുകളിലും UDF-നാണ് പിന്നെ ഭരണമുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായി ആ നിലയിൽ UDF-ന് മുൻതൂക്കമുണ്ട്. പിന്നെ ജോസ് കെ മാണി ആയതുകൊണ്ട് സ്വാഭാവികമായി LDF-ൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ പിന്നെ മാക്സിമം ഒരു വിഭവ ശേഷിക്ക് ഒരു പഞ്ഞവുമില്ല. കാര്യങ്ങൾ എല്ലാ നിലയിലും അവർ പ്രചാരണ രംഗത്ത് എല്ലാ സംവിധാനവും ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇടയ്ക്ക് മുന്നണി വിട്ട് പോകുമോ, ഇപ്പുറത്തോട്ട് പോകാൻ ഒരുങ്ങിയോ എന്നൊക്കെ ഉള്ളതിൽ ഈ CPM അണികളിൽ ചിലർക്ക് പ്രതിഷേധമുണ്ടായിരുന്നു എന്ന നിലയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിഷേധം മറികടക്കാൻ മുഖ്യമന്ത്രി അവിടെ വന്ന് പ്രത്യേക പിന്നെ ചില ജോസ് കെ മാണിക്ക് അനുകൂലമായ പ്രസംഗവും പ്രസ്താവനയൊക്കെ നടത്തി, നേരിട്ട് വന്ന് അദ്ദേഹം നടത്തി. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഗുണം ചെയ്യും? പാലാ ഈ മധ്യകേരളത്തിൽ മുഴുവൻ വരുന്ന ട്രെൻഡ് അത് പിന്നെ ആ നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വഭാവവും അനുസരിച്ച് അത് മാണി സി കാപ്പന് അനുകൂലമായി മാറുമോ എന്നുള്ള ഒന്നും പ്രവചിക്കാൻ മേലാത്ത നിലയിലാണ് രാഷ്ട്രീയ സാഹചര്യം. പൊതുവെ UDF-ന് ഈ ഭാഗത്തുണ്ടാകുന്ന കോട്ടയം ജില്ലയിലും മധ്യ കേരളത്തിലും ഉണ്ടാകുന്ന ഒരു മുൻതൂക്കം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ട്രെൻഡ് രൂപപ്പെടുകയാണെങ്കിൽ ആ ട്രെൻഡ് പാലായെയും ബാധിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്.